ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന്. ആരെങ്കിലും സമ്പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഏതെങ്കിലും ഒരു മലയോട് കടലിൽ പോയി വീഴാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നതും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഒരു കാലഘട്ടത്തില് രോഗം പോലെ തന്നെ മനുഷ്യനെ അലട്ടുന്ന ഒരു ശക്തിയാണ് ധനം എന്ന ശക്തി. പണമില്ലാത്തവൻ പിണമാണ് എന്ന് പണ്ടുതൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യർ ഇപ്പോഴും പണമില്ലാത്തവൻ പിണമാണെന്ന് തന്നെയുള്ള അവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നത്. വെളിപാടിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. വീണ്ടും വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു വഴി എൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവപിതാവ് നിറവേറ്റി തരുമെന്ന്. തമ്പുരാന്റെ സന്നിധിയില് അവിടുത്തോട് കൂടി ആയിരിക്കുന്നവൻ നീതിമാൻ. ഭിക്ഷയാചിക്കുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പഴയ നിയമ പുസ്തകവും നമ്മളോട് പറയുന്നുണ്ട്. എന്നാലും സാമ്പത്തിക ദുരിതം എന്ന് പറയുന്ന ഒന്ന് ഒട്ടുമുക്കാൽ കുടുംബങ്ങളെയും ഗ്രസിച്ചിരിക്കുന്നു. വിശ്വാസത്തോടുകൂടി കണ്ണു തുറന്ന് നമുക്ക് ചുറ്റും നോക്കാം. നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടത മാറ്റുവാൻ ദൈവം ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് ചുറ്റിലും അവതരിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു അവസരം, ഒരു ഐഡിയ, ഒരു ചാൻസ്, ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളതൊന്ന് ചുറ്റിത്തിരിഞ്ഞ് നോക്കി കണ്ടുപിടിക്കണമെന്ന് മാത്രം. നമ്മുടെ കുഴപ്പം ഇതാണ്: സങ്കടങ്ങൾ വരുമ്പോൾ കണ്ണുകൾ ഇങ്ങനെ നീർച്ചാല് പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക. കർത്താവ് നിനക്ക് വിജയം നൽകാനായി നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. അവിടുത്തോട് ചോദിക്കുക നമ്മുടെ ആവശ്യങ്ങൾ. അത് കുഞ്ഞുകുട്ടി ചോക്ലേറ്റിന് വേണ്ടി മുതിർന്നവരോട് യാചിക്കുന്നത് പോലെയല്ല. അപ്പന്റെ കയ്യിൽ നിന്ന് നമുക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങുന്ന ഒരു നല്ല കുഞ്ഞിന്റെ സ്വാതന്ത്ര്യത്തോടുകൂടി. യഥാർത്ഥമായ സ്നേഹമാണെങ്കിൽ അവിടെ ഭയത്തിനിടമില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും സാമ്പത്തിക പരാധീനതകളും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഉറപ്പോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയോടല്ലാതെ വേറെ ആരോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് തരുവാൻ അങ്ങല്ലാതെ വേറെ ആരാണുള്ളത്? മനുഷ്യനായി അവിടുന്ന് അവതരിച്ചാലും, കാരുണ്യവാനെ അവസരങ്ങളായി ഞങ്ങളുടെ മുൻപിലേക്ക് അവതരിച്ചാലും, വഴികളായി ഞങ്ങളുടെ മുൻപിൽ അവിടുന്ന് തെളിഞ്ഞു നിന്നാലും, ഞങ്ങൾ ഏത് വഴിക്ക് പോകണമെന്നും എങ്ങനെ പോയാലാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ശുദ്ധി വരുത്തിയ സ്വർണവും ശുഭ്രവസ്ത്രങ്ങളും അഞ്ജനവും ഞങ്ങൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു തരണമേ. അങ്ങയിലാണ് ഞങ്ങളുടെ ആശ്രയം,
കാരുണ്യനാഥ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ സന്നിധിയിൽ പരിഹാരത്തിനുള്ള വെറും മാർഗങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക പരാധീനതകളെയും മാറ്റി ഞങ്ങളെ സന്തോഷവും സമാധാനവും ആരോഗ്യവും ഐശ്വര്യവുമുള്ള നിന്റെ സാക്ഷികളാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.